നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ സംഭാവനകളെ തമസ്കരിച്ച് ചരിത്രം വളച്ചൊടിക്കാൻ അമിത്ഷായും ബി.ജെ.പിയും ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അംബേദ്കറോടുള്ള ആദരസൂചകമായി റിപ്പബ്ലിക് ദിനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി.ആർ. അംബേദ്കർ ദിനമായി ആചരിക്കുമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനയുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ച് ജെ.ബി. അംബേദ്കർ സമ്മേളനം സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുത്തതിനുമെതിരെ തലശ്ശേരി ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശനത്തിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും കയ്യേറ്റം ചെയ്തത് ബി.ജെ.പി. എംപിമാരാണ്. അതിനുശേഷം ബി.ജെ.പി. എംപിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുത്തു. രാഹുൽ ഗാന്ധിയെ നിശബ്ദമാക്കാനാണ് കുറെ കാലങ്ങളായി ബി.ജെ.പി. ശ്രമിക്കുന്നത്. അങ്ങനെ ബി.ജെ.പി. ശ്രമിച്ചാൽ തകർക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല രാഹുൽ ഗാന്ധി. അംബേദ്കറെ അധിക്ഷേപിച്ചതിനെതിരെ രാജ്യത്തുയർന്ന ജനരോഷത്തിലെ ശ്രദ്ധ തിരിച്ച് അമിത്ഷായെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് കെ. സുധാകരൻ പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ നേതാവാണ് അംബേദ്കർ. നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയെ പോലെ, അതുപോലെ തന്നെ മറ്റു രാഷ്ട്ര നേതാക്കളെ പോലെ തന്നെ നമുക്ക് തുല്യനായി നമ്മളെല്ലാം ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, ഈ രാഷ്ട്രം എന്നും ആഗ്രഹിക്കുന്ന ഒരു നേതാവായി നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം നിലനിൽക്കുകയാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ ഇന്നലെ ബി.ജെ.പിയുടെ നേതാക്കന്മാർ, അതാര്? അമിത്ഷായെ പോലുള്ള നേതാക്കന്മാർ, ഇന്ത്യ ഭരിക്കുന്ന അമിത്ഷായെ പോലുള്ള നേതാക്കന്മാർ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ, ഇന്ത്യയിലെ ഭരണഘടനാ വിദഗ്ധനെ, ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കറെ അദ്ദേഹത്തിനെ അപമാനിച്ച് അദ്ദേഹത്തെ തള്ളിയിടാനും, അതുപോലെ രാഹുൽ ഗാന്ധിയെ തള്ളിയിടാനും ഒക്കെ ഇന്നലെ ബി.ജെ.പിയുടെ എംപിമാരും നേതാക്കന്മാരും ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം എവിടെ പോകുന്നു? നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ഈ നാടിന്റെ ജനാധിപത്യം പുലരുമോ? നാളെ ഈ നാട് എന്താവാൻ പോകുന്നു? ഞങ്ങൾക്കൊക്കെ ആശങ്കയാണ്. നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അകലിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാനും ജനാധിപത്യം നിലനിർത്താനും ഐക്യം സാധ്യമാക്കാനും സ്നേഹത്തിന്റെ സന്ദേശവുമായി തെരുവുകളിലൂടെ 4000-ലധികം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി. വ്യത്യസ്ത മതത്തിലും ഭാഷയിലും സംസ്കാരത്തിലുമുള്ള അനേകായിരം കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തെയും സംസ്കാരത്തെയും സംരക്ഷിച്ചത്. ഭരണഘടനയെ രക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. സംഘപരിവാർ ഇന്ത്യൻ ഭരണഘടനയേക്കാൾ പ്രാധാന്യം നൽകുന്നത് മനുസ്മൃതിക്കാണ്. അതിനാലാണ് ബി.ആർ. അംബേദ്കറെ അധിക്ഷേപിക്കാൻ ബി.ജെ.പി. തയ്യാറായത്. അമിത്ഷായുടെ പ്രസ്താവനയിലൂടെ ബി.ജെ.പിയുടെ ദളിത് വിരുദ്ധത പ്രകടമാണ്. ജനാധിപത്യ വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ബി.ജെ.പിക്ക് ഭരണഘടനയോടും രാജ്യത്തോടും ഒരു കടപ്പാടുമില്ല. ബി.ആർ. അംബേദ്കർക്ക് വേണ്ടി ശബ്ദിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുക്കാനാണ് മോദി സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അതിനെ തന്റേടത്തോടെ നേരിടും. അംബേദ്കറെയും ഇന്ത്യൻ ഭരണഘടനയെയും ഏറെ ബഹുമാനിക്കുന്ന ഇന്ത്യക്കാരുടെ വികാരം വ്രണപ്പെടുത്തിയതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നും മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും കെ. സുധാകരൻ ആവശ്യപ്പെട്ടു. ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് പി.എം. നിയാസ്, വി.എ. നാരായണൻ, സജീവ് മാറോളി, എം.പി. അരവിന്ദാക്ഷൻ, ശശി മാസ്റ്റർ, കെ.പി. സാജു, സുദീപ് ജെയിംസ്, രാജീവൻ പാനുണ്ട, അഡ്വക്കേറ്റ് കെ. ഷുഹൈബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്ത വീഡിയോ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.